ഹായ് ഫ്രണ്ട്സ്, സോയാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു യാത്ര പോകുന്ന വീഡിയോ ആണ്. അതായത് എറണാകുളത്ത് നിന്നും ഞാറക്കലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പുരാതനവും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രസിദ്ധവുമായ ശ്രീ പുല്ലൂറ്റുപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവം കുംഭത്തിലുള്ള ഭരണി നക്ഷത്രത്തിൽ ആണ് അവിടെ കൊടിയേറുന്നത്. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്ന യാത്രയുടെ ഇടയിൽ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ പോകുന്ന അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെളിച്ചെണ്ണ ആട്ടുന്ന മില്ലുണ്ട്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ അവിടേക്ക്, ഹസ്ബൻഡാണ് പുറകെ വരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇറങ്ങി വെളിച്ചെണ്ണയും മേടിച്ചു. നല്ല വെളിച്ചെണ്ണയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരു 4.5 കിലോളം കന്നാസ് കൊണ്ടുവന്ന് ഞങ്ങൾ വെളിച്ചെണ്ണ വാങ്ങിച്ച്, അപ്പോൾ അതൊക്കെ മേടിച്ച് വണ്ടിയിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അതായത് ഇവിടുന്ന് ഇവർ ഒരു 12-1 മണിയാകുമ്പോഴത്തേക്ക് ഇവർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് തുറക്കുന്നതെന്ന് അറിയില്ല. അപ്പം നമുക്ക് തിരിച്ച് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ വണ്ടിയിൽ വാങ്ങിച്ച് വെച്ച്, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള എണ്ണയും തിരിയും എല്ലാം കർപ്പൂരവും എല്ലാം വാങ്ങിയതിന് ശേഷം അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അമ്പലത്തിലേക്ക് പോയി പിന്നെ ഫെബ്രുവരി 25-നാണ് ഇവിടെ കൊടിയേറിക്കഴിഞ്ഞാൽ മാർച്ച് 4 ആണ് ഇവിടെ കൊടി ഇറങ്ങുന്നത്. അങ്ങനെ നല്ല നല്ല പരിപാടികളാണ് ഇവിടെ അമ്പലത്തിൽ ഇവിടുത്തെ സഭക്കാർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊടിയേറുന്ന ദിവസം തന്നെ നമുക്ക് മഹാ അന്നദാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്നദാനമൊക്കെ കഴിച്ചതിന് ഇവിടുത്തെ സദ്യ രീതിയൊക്കെ നല്ലതാണ്. കാരണം ധൃതി ഇല്ലാത്തവർക്ക് ഇലയിൽ കഴിക്കാം, അല്ലാത്തവർക്ക് പ്ലേറ്റിൽ കഴിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ സദ്യ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇലയിലാണ്, പേപ്പർ ഇലയിലാണ് ഞങ്ങളിവിടെ സദ്യ കഴിച്ചത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അമ്മമാരുടെ നാമം കേട്ടതിന് ശേഷം